ഗാസയിലേക്ക് ഇസ്രയേൽ തടഞ്ഞ ഭക്ഷ്യമരുന്ന് സഹായങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകൾ കടത്തിവിടാൻ ആവശ്യപ്പെട്ട് യമനിലെ ഹൂതികൾ വീണ്ടും കടലാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നീക്കം റെഡ് സീ, അറബിക്കടൽ, ബാബൽ മന്ദബ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഏദൻ തുടങ്ങിയ മേഖലകളിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നേരിട്ടുള്ള ഭീഷണിയാവുകയാണ്. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി മാർച്ച് 2-ന് ഇസ്രയേലിനുള്ള സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് 4 ദിവസത്തിനകം ഗസയിലേക്ക് ട്രക്കുകൾ കടത്തിവിട്ടില്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേൽ പിന്തിരിയാതെ ഗസയിലേക്ക് അടിയന്തര സഹായങ്ങൾ തടഞ്ഞതോടെ ഹൂതികൾ അവരുടെ ഭീഷണി നടപ്പിലാക്കി. ഈ നീക്കത്തെ തുടർന്നുള്ള കടൽ ഗതാഗത പ്രശ്നങ്ങൾ കാരണം ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഏറെ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകൾ. 2023 നവംബർ മുതൽ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ 100-ലധികം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇത് 2 കപ്പലുകൾ മുങ്ങുകയും മറ്റൊന്ന് പിടികൂടുകയും 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്നു മുതൽ സ്തംഭിച്ച ഏദൻ കടലിടുക്ക് വഴി ബാബൽ മന്ദബ് വഴി പ്രവേശിച്ച് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയ പടി ആയിട്ടുമില്ല. കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ അധികം യാത്ര ചെയ്താണ് സഞ്ചരിക്കുന്നത്. ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി എന്ന ഷിപ്പിംഗ് പ്രവർത്തിപ്പിച്ചത്. വൻ വിലയേറ്റമാണ് അത് സൃഷ്ടിച്ചത്. ഒടുവിൽ 2024 ജനുവരിയിൽ ഉണ്ടായ ഗാസ വെടിനിർത്തലിന്റെ ഫലമായി കുറച്ചുകാലത്തേക്ക് ഹൂതികളുടെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നതാണ്. വീണ്ടും സൂയസ് കനാൽ വഴി കപ്പലുകൾ യാത്ര തിരിച്ചിരുന്നതുമാണ്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ നീക്കത്തോടനുബന്ധിച്ച് വീണ്ടും അവർ തീവ്രമായ കടലാക്രമണങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുഎസും ബ്രിട്ടനും കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഹൂതികൾ പിന്തിരിയാൻ തയ്യാറായില്ല. അമേരിക്കൻ സർക്കാർ ഹൂതികളെ ഔദ്യോഗികമായി ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ പുതിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അതിരൂക്ഷ പ്രതികരണങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 2025 ജനുവരിയിൽ തന്നെ ഇവർക്കെതിരെയുള്ള ഭീകര നിയമം വീണ്ടും നടപ്പിലാക്കിയിരുന്നു. ഇതുമൂലം ഹൂതികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിയന്ത്രിക്കാനും അവരുടെ നടപടികൾ നിരീക്ഷണത്തിൽ കൊണ്ടുവരാനും അമേരിക്ക ശ്രമിച്ചെങ്കിലും അവരുടെ കടൽസേന ആക്രമണങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിന്റെ ഫലമായി ഹൂതികളുടെ ആക്രമണ ഭീഷണികൾ നേരിടുന്നതിനാൽ അന്താരാഷ്ട്ര കടൽ ഗതാഗത മാർഗങ്ങൾ മാറ്റിയതോടെ കപ്പൽ യാത്രാ ചിലവുകൾ വർദ്ധിക്കുകയും ആഗോള വ്യാപാരം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. നിലവിൽ യമന്റെ ഭൂരിഭാഗവും ഹൂതി നിയന്ത്രണത്തിലാണ്. ഗസയ്ക്ക് അനുകൂലമായി വൻ പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിനെതിരെ നടക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനു വേണ്ടി ഗസയിലേക്കുള്ള വൈദ്യുതി വിതരണം പോലും ഇസ്രയേൽ വിച്ഛേദിച്ചിരുന്നു. ബന്ദികളെ വിട്ടു നൽകുന്നത് സാധ്യമാക്കുന്നതിന് വേണ്ട എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ ഊർജ്ജമന്ത്രി എലീറ്റ് കോഹൻ പറഞ്ഞിരുന്നു. ഗാസയിൽ ജലശുദ്ധീകരണ പ്ലാന്റുകളെയാണ് ഇസ്രയേലിന്റെ തീരുമാനം പ്രധാനമായും ബാധിച്ചത്. കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൽ നിർണായകമാണ് ശുദ്ധീകരണ പ്ലാന്റുകൾ. ഈ സാഹചര്യത്തിൽ പരിമിതമായ വൈദ്യുതി മാത്രമാണ് ഇസ്രയേലിൽ നിന്ന് ഗസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗവും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ നിർത്തിയിരുന്നു. ഗാസയിലെ വെടിനിർത്തലിൽ അനിശ്ചിതത്വം നേരിടുന്നതിനിടയിലാണ് ഈ നീക്കമുണ്ടായത്. നിലവിൽ ഗസയിലേക്ക് മാനുഷിക സഹായവുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടയുന്ന സാഹചര്യത്തിൽ ഹമാസ് കക്ഷികൾ ഈജിപ്ത്, ഖത്തർ മുതലായ രാജ്യങ്ങളുമായി ബന്ധപ്പെടുകയും ഗസയിൽ ശക്തമായ ഇടപെടലിനായി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരായ ഹൂതികളുടെ നീക്കങ്ങൾ മധ്യ പൗരസ്ത്യ മേഖലകളിലെ യുദ്ധാന്തരീക്ഷം കൂടുതൽ മുറുകുമെന്ന് വ്യക്തമാക്കുന്നു. ഗസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനാൽ ഈ മേഖലയിൽ പട്ടിണിയും മരുന്നില്ലായ്മയും രൂക്ഷമാവുകയാണ്. അതേസമയം ഇസ്രയേലും ഹൂതികളും തമ്മിലുള്ള ശക്തമായ കടൽ പോരാട്ടം ലോക വ്യാപാരത്തിന് വലിയ ആഘാതമാകുമെന്ന ഭീതി നിലനിൽക്കുകയും ചെയ്യുന്നു.